രാമനാമവും രാമകഥകളും രാമായണ ശീലികളും മുഴങ്ങുന്ന രാമായണ മാസം. ഭക്തി ആദരവോടുകൂടി ഹൈന്ദവ സമൂഹം രാമായണത്തിലേക്ക് തിരിയുന്ന സമയം. എന്തുകൊണ്ട് രാമായണം വായിക്കണം? നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളുടെ ശീലമാണ് രാമായണം വായിക്കുക എന്നുള്ളത്. 1982 മുതൽ ഹൈന്ദവ സമൂഹം, ഹൈന്ദവ സംഘടനകൾ വളരെ കാര്യമായി വിജയിപ്പിച്ചെടുത്തൊരു ദൗത്യമാണ് ഈ രാമായണ മാസാചരണം. എന്തുകൊണ്ടാണ് നമ്മൾ രാമായണത്തിലേക്ക് തിരിയണം എന്ന് പറയുന്നത്? കുടുംബമായി ജീവിക്കുന്ന മനുഷ്യൻ മൃഗങ്ങളെ പോലെയല്ല, അവരൊരു കുടുംബ ജീവിതമുണ്ട്. അപ്പോൾ ആ കുടുംബമായി ജീവിക്കുന്ന മനുഷ്യന് ഒരുപാട് കാര്യങ്ങളിൽ രാമായണം മാതൃകയാണ്. എന്തിനാണ് രാമായണം വായിക്കണം എന്ന് പറയുന്നത്? ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, ഭരണരംഗത്തുള്ളവർ പോലും വളരെ വിഷമത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. SSLCക്ക് ഫുള്ള് A+ കിട്ടിയവർക്ക് പോലും മലയാളം വായിക്കാൻ അറിയില്ല, വായിക്കാനും എഴുതാനും അറിയില്ല. സത്യവുമാണ്. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. രാമായണം മലയാള ഭാഷാ പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് രാമായണം. ക്ലാസിക് പദവി കിട്ടിയിട്ടും രാമായണം വായിക്കണമെന്നോ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണമെന്നോ ഉള്ള യാതൊരു താല്പര്യവും നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനില്ല. ഇനി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനില്ലെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ട് രാമായണം വായിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്ക് ഭാഷാശുദ്ധി ഇല്ലാതെ വരുമായിരുന്നു. എഴുതാനോ വായിക്കാനോ ഒരു ബുദ്ധിമുട്ടും വരില്ല. വെള്ളത്തിലെ തിരകൾ തുള്ളി വരും കണക്കല്ലേ അതിനകത്ത് അക്ഷരങ്ങളും വാക്കുകളും അങ്ങനെ പ്രവഹിക്കുന്നത്. അപ്പോൾ ഒന്ന്, നമ്മുടെ ഭാഷാശുദ്ധിക്ക് വേണ്ടി, ഭാഷാ പ്രാവീണ്യത്തിന് വേണ്ടി ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും രാമായണത്തിലേക്ക് തിരിയണം. ഭാഷാ പിതാവിനോടുള്ള ആദരവ് കൂടിയാണത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭാഷാ പിതാവിൻ്റെ പ്രതിമയ്ക്ക് അയിത്തമുള്ള നാട്ടിൽ പിതാവിനോട് അത്തരത്തിലൊരു ബഹുമാനം ഉണ്ടാകണം എന്നുമില്ല. അതോടൊപ്പം തന്നെ കേവലം ഭാഷാ പ്രാവീണ്യം മാത്രമല്ല നമ്മൾ രാമായണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു നല്ല കുടുംബജീവിതം നയിക്കാം. നമ്മൾ ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത്, നമ്മളൊരു പുത്രനാണെങ്കിൽ നല്ല പുത്രൻ എങ്ങനെയാകണം, നമ്മളൊരു പിതാവാണെങ്കിൽ നല്ല പിതാവ് എങ്ങനെയാകണം, മാതാവ് എങ്ങനെയാകണം, തുടങ്ങി വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ചെന്നുവിടുന്ന എല്ലാറ്റിനും അവിടെ മാതൃകയുണ്ട്. അതെങ്ങനെയാകണമെന്നുകൊണ്ട്, എങ്ങനെയാകരുത് എന്നുമുണ്ട്. അപ്പോൾ കേവലം മോക്ഷം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വായന മാത്രമായിരിക്കരുത് രാമായണം. മോക്ഷം കിട്ടും. എങ്ങനെയാണ്? നമ്മളൊരു നല്ല ജീവിതം നയിക്കുമ്പോഴല്ലേ നമുക്ക് മോക്ഷം കിട്ടുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴല്ലേ നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, അതിലെ അവസാനമല്ലേ മോക്ഷം. ആ ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ വേണ്ടും വിധത്തിൽ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ ഒക്കെ സാധിക്കണമെങ്കിൽ രാമായണം നമുക്ക് പിൻബലമായിട്ടുണ്ടാകും. അപ്പോൾ രാമായണം നമ്മൾ വായിക്കാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേവലം അത് ആത്മീയമായൊരു തലത്തിൽ മാത്രം ഭക്തിയോടുകൂടി നിങ്ങൾ ഇന്ന വിധത്തിൽ ഇരിക്കണം, ഇന്ന വിധത്തിൽ പാരായണം ചെയ്യണം, ഇത്ര വരികൾ ഇന്ന് വായിക്കണം എന്നുള്ള ചിട്ടവട്ടങ്ങൾക്കപ്പുറത്ത്, ആ ചിട്ടവട്ടങ്ങൾ ആവശ്യമാണ്. ആ ചിട്ടവട്ടങ്ങൾക്കപ്പുറത്ത് ആ വായിച്ച ഭാഗത്തിലെ കഥയും കഥയ്ക്ക് പിന്നിലുള്ള ചില കഥകളുണ്ട്. വരികൾക്കിടയിലൂടെ വായിക്കാം. ഇത് ഓരോ വായനയിലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ സ്വന്തമായി ഞാൻ എന്താകണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കഴിവ് രാമായണത്തിനുണ്ട്. ആ കഴിവിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ രാമായണത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയിട്ടോ രാമായണ മാസം ആചരിച്ചിട്ടോ കാര്യമില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു അമ്പലത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഇരുന്ന് വായിച്ചതുകൊണ്ട് രാമായണ മാസം വിജയിക്കില്ല. നമ്മുടെ കുട്ടികൾ പുതിയതായി വായിക്കാൻ പഠിക്കണം. വായിക്കുന്നതോടൊപ്പം അത് ഉൾക്കൊള്ളുകയും വേണം. എന്തുകൊണ്ട് രാമൻ മര്യാദ പുരുഷോത്തമനാകുന്നു എന്നവർക്ക് സ്വയം ബോധ്യമാണ്. എന്താണ് സീതയുടെ പ്രത്യേകതകൾ എന്നവർക്ക് മനസ്സിലാക്കണം. ഒരു നല്ല രാജാവ് എങ്ങനെയാകണം എന്ന് തിരിച്ചറിയുമ്പോൾ, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഭരണകർത്താക്കൾ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾക്ക്, പഞ്ചായത്ത് മെമ്പർമാർ തൊട്ട് രാമായണം വായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്ങനെയായിരിക്കണം ഇവിടെ നല്ല ഭരണാധികാരികൾ? പ്രജകളുടെ വാക്കുകൾക്ക് എന്ത് വില കൊടുക്കണം? പ്രജാക്ഷേമ തൽപരരായി എങ്ങനെ മാറാൻ സാധിക്കും? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാറ്റിനും പറ്റുന്ന ഉദാഹരണങ്ങളും ഉപദേശങ്ങളും ശാസനകളും നിർദ്ദേശങ്ങളും അതിൻ്റെ ഒരു ഭണ്ഡാകാരമാണ് രാമായണം എന്ന് പറയാം. അപ്പോൾ വായിപ്പിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്കാണ്. കാരണം ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രത്യേകത ചില നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ അനുസരിപ്പിക്കുക എന്നുള്ളതല്ല. നിയമം ഉണ്ടാക്കിയാൽ അത് തെറ്റിക്കാനാണ് എല്ലാവർക്കും താല്പര്യം വരിക. കാരണം നമ്മൾ യുക്തിചിന്തയുള്ളവരാണ്, സ്വാതന്ത്ര്യ ബോധമുള്ളവരാണ്. നമ്മുടെ നിയമത്തിൻ്റെ ചില ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നമ്മൾ നിൽക്കില്ല. മറിച്ച് ശരിയായ ചിലത് കാണിച്ചു കൊടുക്കാം. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. ശരിയേത് തെറ്റേത് എന്ന് കാണിച്ചു കൊടുക്കുകയും ശരിയിലേക്ക് പോകാനോ തെറ്റിലേക്ക് പോകാതിരിക്കാനോ നിർബന്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന മനഃശാസ്ത്ര സമീപനമാണ് സനാതനധർമ്മം എന്നും അനുവർത്തിച്ചിരിക്കുന്നത്. കാരണം ശരിയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാതിരിക്കാം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ശരിയും രാമായണം ശരിയും തെറ്റും കാണിച്ചു തരുന്നു. കാട്ടാളത്ത് നമ്മളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഋഷിത്വം ഉണ്ടാക്കാൻ കഴിയും രാമനാമത്തിന്. വേണമെങ്കിൽ ചെയ്യും.
വേണ്ട എങ്കിൽ കാട്ടാളത്തിൽ തന്നെ തുടരും. ഏത് തെറ്റായ വഴിയെ പോകുന്നവരും തിരിച്ചു പോരാനുള്ള സാധ്യതയുണ്ട്. പശ്ചാത്തപിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് അടുത്തുകൊണ്ട് മാറ്റാം. ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ആരും നിത്യനരകത്തിന് അല്ലെങ്കിൽ നിത്യനരകം വിധിക്കപ്പെട്ടവരായി ആരും ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല. ഏത് കാട്ടാളനും ഏത് രത്നാകരനും വാത്മീകിയായി മാറാൻ സാധിക്കും രാമനാമത്തിലൂടെ. അപ്പോൾ ഇത് പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്കൊക്കെ തന്നെ രാമായണം കേൾപ്പിക്കണം, രാമായണം പഠിപ്പിക്കണം. രാമായണ മാസാചരണം ആ ഒരു തലത്തിലേക്ക് മാറണം. ക്ഷേത്രങ്ങളിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം അതായിരുന്നു, അത് വിജയിച്ചു. അവിടെ തന്നെ നിൽക്കരുത്, മറിച്ച് അത് വീടുകളിലേക്ക് എത്തണം. ഈ പറഞ്ഞ പോലെ തന്നെ ജയിലഴികൾക്കുള്ളിൽ കിടക്കുന്നവരോട് പോലും പോയി രാമായണം ഉപദേശിക്കാൻ കഴിവുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറണം. അത് നമ്മുടെ ഉത്തരവാദിത്വമായി മാറണം. വഴിതെറ്റി പോകുന്നവർക്കൊക്കെ തന്നെ അവരെ എന്നേക്കുമായി മാറ്റി നിർത്തുകയല്ല, അവരെ തിരിച്ചു കൊണ്ടുവരണം. അബദ്ധം പറ്റാത്തവരായി മാറാൻ സീതാദേവിക്ക് പോലും ഒരു നിമിഷത്തെ പ്രലോഭനത്തിന് വശപ്പെട്ടപ്പോൾ മാരീചനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രാമായണം കൃത്യമായി പഠിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക്, കുടുംബിനികൾക്ക് ബോധ്യമാകണം അവർക്ക് മുന്നിൽ വരുന്ന മാരീചന്മാരുടെ കള്ളക്കളികൾ എന്തൊക്കെയാണ്. ആ മാരീചനിൽ നിന്ന് മാരീചനെ പറഞ്ഞയക്കുന്ന രാവണൻ്റെ ബുദ്ധി എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിത്യനരകത്തിലേക്ക് വീഴാതെ, ജീവിതം തന്നെ ഒരു നരകമായി മാറാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെ രാമായണത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. ശാസനയും ശിക്ഷയും അല്ല നമ്മുടെ രീതി, മറിച്ച് ഈ പറഞ്ഞ പോലെ വഴി കാണിച്ചു കൊടുക്കലാണെങ്കിൽ രാമായണം വഴികാട്ടിയാണ്. ആ നിലയിലേക്ക് രാമായണത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ക്ഷേത്രങ്ങളിൽ നിന്ന് വിപുലമായി നടക്കുന്ന രാമായണ മാസാചരണം ആ അർത്ഥത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ പുതിയ കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുകയും അതിൽ നിന്ന് അവർ ഉൾക്കൊണ്ട സന്ദേശം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു മോണിറ്ററിങ് കൂടി നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് നമ്മൾ കണ്ട രാമായണ മാസത്തിൻ്റെ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക. അതിൽ നമുക്ക് ഓരോരുത്തർക്കും തനതായ പങ്ക് വഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.